ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിനാണ് നാളെ ഓസ്ട്രിയ ഇറങ്ങുന്നത്. എതിരാളികൾ അൾജീരിയയാണ്. ഇതുവരെ റൗണ്ട് ഓഫ് 32 യോഗ്യത ഉറപ്പിക്കാൻ ഓസ്ട്രിയക്ക് കഴിഞ്ഞിട്ടില്ല. നാളത്തെ മത്സരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും നേടിയാൽ മാത്രമാണ് ഓസ്ട്രിയക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ വാർ സിസ്റ്റത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഓസ്ട്രിയൻ പരിശീലകനായ റാൾഫ് റാഗ്നിക്കാണ്. അതായത് അർജന്റീന, ജർമ്മനി തുടങ്ങിയ ടീമുകൾക്കാണ് വാറിന്റെ ബെനഫിറ്റ് അഥവാ ഗുണം ഇപ്പോൾ ലഭിക്കുന്നത്. ബാക്കിയുള്ള ചെറിയ ടീമുകൾക്ക് അതിന്റെ ബെനഫിറ്റ് ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ റാൾഫ് റാഗ്നിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ അർജന്റീനക്കെതിരെ കളിച്ച മത്സരത്തിൽ തന്നെ ഞങ്ങൾക്ക് വ്യക്തമായതാണ്. അതായത് ഞങ്ങൾക്കും അർജന്റീനക്കും ഒരുപോലെയല്ല വാർ ഉപയോഗിക്കപ്പെട്ടത്. അർജന്റീന നേടിയ ആദ്യ ഗോളിൽ ഞങ്ങളുടെ ഒരു താരത്തെ ഫൗൾ ചെയ്തിരുന്നു, അത് വിളിച്ചില്ല. മാത്രമല്ല ഇക്വഡോറിനെതിരെ ജർമ്മനി നേടിയ ഗോൾ യഥാർത്ഥത്തിൽ ഗോളായിരുന്നില്ല. വാറിന്റെ ഗുണം എല്ലാ ടീമുകൾക്കും ലഭിക്കേണ്ടതുണ്ട്. ജർമ്മനി, അർജന്റീന തുടങ്ങിയ ടീമുകൾക്ക് മാത്രം ലഭിച്ചാൽ പോരാ. ഇതാണ് റാൾഫ് റാഗ്നിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റുള്ള ടീമുകളോട് ഒരു വിവേചനം കാണിക്കുന്നു. ജർമ്മനി, അർജന്റീന തുടങ്ങിയ ടീമുകൾക്ക് വാറിന്റെ ഒരു ബെനഫിറ്റ് ലഭിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വാദമായിക്കൊണ്ട് വരുന്നത്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രിയ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ നടക്കുന്ന മത്സരത്തിൽ അൾജീരിയയെ ഓസ്ട്രിയ പരാജയപ്പെടുത്തും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.